ഹായ് ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഗരം മസാലയുടെ വീഡിയോസായിട്ടാണ്. കുറേ ആയി എന്താ വോയിസ് ഒന്നും ചെയ്യാത്ത, എന്ത് പറ്റി എന്നൊക്കെ വെച്ചിട്ട് ടൈപ്പിംഗ് തന്നെയാണല്ലോ എന്താ വോയിസ് ഒന്നും ചെയ്യാത്തതെന്ന്. അതുകൊണ്ട് തന്നെ ഞാനിനി വോയിസ് ചെയ്യാമെന്ന് വിചാരിച്ച് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഹോൾ ഓപ്ഷൻ നോക്കി ക്ലിക്ക് ചെയ്യണേ. നിങ്ങളെ ഞാൻ അപ്പോൾ ഓരോ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പല സ്ഥലങ്ങളിൽ പല രീതിയിലേക്കാരും ഗരം മസാല തയ്യാറാക്കൽ. അപ്പോൾ ഞാൻ എൻ്റെ രീതിക്ക് ഗരം മസാല തയ്യാറാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാനിങ്ങനെയാണ് ഗരം മസാല തയ്യാറാക്കൽ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ടേബിൾ സ്പൂണിൻ്റെ കണക്കിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യം ഞാനിവിടെ പെരുംജീരകമാണ് എടുത്തിട്ടുള്ളത്. അതിന് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പെരുംജീരകം, 2 ടേബിൾ സ്പൂണ് പട്ട, 1 ടേബിൾ സ്പൂൺ സ്റ്റാർ, 1 ടേബിൾ സ്പൂൺ കറാമ്പൂ, പിന്നെ ജാതിക്ക, 1 ടേബിൾ സ്പൂൺ ഏലക്ക, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ സാജീരകം, 1 ടേബിൾ സ്പൂൺ കസാക്കസ്. ഈ കസാക്കസും സാജീരകമൊന്നും നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ വല്ലാതെ തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതെല്ലാം വറുത്തെടുക്കാൻ. ഇതെല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട്, ഇതിൻ്റെ ഫ്ലേവറെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇതെല്ലാം ലോ ഫ്ലെയിമിൽ ചെയ്തെടുക്കാൻ പറയുന്നത്. അങ്ങനെ ഇതെല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വെക്കാം. തണുത്തതിന് ശേഷം മാത്രമേ മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. ചൂടെടുക്കുന്ന ഒരിക്കലും മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കരുത് കേട്ടോ. ഇനി ഇതെല്ലാം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ട് വരാം. മിക്സിയിലൊട്ടും വെള്ളം പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ട് വേണം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ. ഇങ്ങനെ നല്ലതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഗ്ലാസ് ബോട്ടിൽ ഞാൻ സൂക്ഷിച്ച് വെക്കാറാണ്. അത് കുറേ കാലത്തിന് ഉണ്ടാവും. ഞാനിങ്ങനെ ഒന്നായിട്ട് പൊടിച്ച് വെക്കും. എന്നാൽ പിന്നെ അപ്പം പൊടിച്ച് നമുക്ക് ഇതാക്കണ്ടല്ലോ. അങ്ങനെ ഒന്നായിട്ട് പൊടിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. ഗ്ലാസ് ബോട്ടിലും ഒട്ടും വെള്ളം പാടില്ല. ഉണ്ടെങ്കിൽ തന്നെ നല്ല തുടച്ചെടുത്തിട്ട് വേണം ഈ ഗ്ലാസ് ബോട്ടിൽ ഗരം മസാല പൊടി ഇട്ട് വെക്കാൻ. അങ്ങനെ എല്ലാ പൊടിയും ഞാൻ ഈ ഗ്ലാസ് ബോട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പെട്ടെന്ന് ഞാൻ വീഡിയോസ് എല്ലാം ഇടാൻ നോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഓക്കെ, ബായ്.